നമസ്കാരം, വെൽക്കം ടു റിതൂസ് രുചി വേൾഡ്. ഇന്ന് നമ്മളൊരു അടിപൊളി ഹെൽത്തി റാഗി സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. നല്ല ഫില്ലിംഗ് ആണ്. ഇത് കുട്ടികൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് മധുരമോ പാലോ ഒന്നും ചേർക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് റാഗി എടുത്തിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം മോർണിംഗ് അത് മുഴുവൻ എടുക്കുന്നില്ല. നമ്മളിതിൽ നിന്ന് സോക്ക് ചെയ്ത് വന്നിട്ടുള്ള റാഗിയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാത്രമാണ് എടുക്കുന്നത്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒപ്പം തന്നെ ഒരു 3 ബദാമും കൂടി എടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ പൊടിച്ച് ചേർക്കുന്നുണ്ട്. അതും കൂടി അരച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഷുഗറോ മിൽക്കോ ഒന്നും ചേർക്കുന്നില്ല. അതിൽ നല്ലപോലെ ഫൈൻ പേസ്റ്റായി അരച്ചെടുത്ത് അതൊന്ന് മാറ്റി വയ്ക്കുക. ഒപ്പം തന്നെ നമുക്കിതിൽ ചേർക്കാനായിട്ട് ഒരു ആപ്പിളിൻ്റെ ഒരു 2 സ്ലൈസ് മാത്രം എടുത്തിട്ടുണ്ട്. ആ 2 സ്ലൈസ് ചെറിയ കഷ്ണങ്ങളാക്കി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കുക. ഒപ്പം 3 ഈന്തപ്പഴം കൂടി നമ്മൾ മധുരത്തിന് വേണ്ടി ചേർക്കുകയാണ്. നമ്മൾ പഞ്ചസാരയോ അതുപോലെ ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഈന്തപ്പഴം ചേർത്ത് നമ്മൾ ആ മധുരം മാത്രമേ ഉള്ളൂ ഇതിന്. അതിനുശേഷം പാത്രം അടുപ്പത്ത് വെച്ച് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് നല്ലപോലെ തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് ഒപ്പം തന്നെ ആ ജാറും ഒന്നുകൂടി കഴുകി കുറച്ച് വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കത് നല്ലപോലെ കൈ വിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അത് കുറച്ചൊക്കെ അടി പിടിച്ചാൽ ഒന്ന് കട്ട വന്നാലും കുഴപ്പമില്ല. കാരണം നമ്മളിത് സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും കൂടി മിക്സറിൽ ഇടുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഞാൻ ഇതിൻ്റെ പകുതി മാത്രമേ സ്മൂത്തിക്ക് എടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. വേറെ നെക്സ്റ്റ് ഡേ മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്മൂത്തി ഉണ്ടാക്കണമെങ്കിൽ ഇത് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ മിക്സറിലേക്ക് ആപ്പിളും ഈന്തപ്പഴവും നേരത്തെ മാറ്റി വെച്ചിരുന്നത് ഇടുക. അതിനോടൊപ്പം തന്നെ തണുക്കാൻ വെച്ചിരുന്ന റാഗിയുടെ മിക്സും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഈ പാത്രം ഒന്ന് കഴുകിയിട്ട് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണത്. അതും കൂടി നമ്മളിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നെങ്കിൽ പാലൊഴിച്ച് അടിക്കാവുന്നതാണ്. തിളപ്പിച്ചാറ്റിയതിന് ശേഷം നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അടിപൊളി രുചിയാണ്, നല്ല ടേസ്റ്റാണ്. മധുരം ഈന്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. മധുരം ആവശ്യമുള്ളവർക്ക് മധുരം ഇടുകയും ചെയ്യാം. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും വയറിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു മിക്സാണ്. അതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് നമുക്ക് പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻസും പറയണം. താങ്ക് യു ഫോർ വാച്ചിങ് റിതൂസ് രുചി വേൾഡ്.